ഹായ് ഓൾ 2024 മാത്രം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏണിങ്സ് ആണ് $2110, ഏകദേശം ഇന്ത്യയുടെ 2 ലക്ഷത്തിന്റെ അടുത്തോളം. അതുപോലെ തന്നെ 2025 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ കൂടുതൽ എൻ്റെ ശ്രദ്ധ കൊടുത്തു, അതുപോലെ തന്നെ മറ്റുള്ള ബിസിനസ്സിലൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏത് സാധാരണക്കാർക്കും നിലവിൽ ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിലെ പോലെ നമുക്ക് ക്രൈറ്റീരിയ ഇല്ല. ഫേസ്ബുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ 4000 വാച്ച് അവറും അതുപോലെ തന്നെ 10 മില്യൺ വ്യൂസും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ യൂട്യൂബിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് സാധാരണക്കാർക്കും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെറും $25 തന്നെ നമുക്ക് ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും, വെറും $25. പക്ഷേ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ $100 ആവണം. പിന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എല്ലാ കണ്ടന്റും നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട്. അതായത് ഏത് നമുക്ക് മിക്സ് ആയിട്ടുള്ള ഏത് രീതിയിലുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും, ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, സ്റ്റോറി ഇട്ട് കഴിഞ്ഞാലും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ റീൽസ്, ലോങ് വീഡിയോ, ഇങ്ങനെ എന്ത് ടോപ്പിക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ 3 പ്രത്യേകതകളും നമുക്ക് ഈ ഫേസ്ബുക്കിന് മാത്രമാണ് ഉള്ളത്, മറ്റുള്ള സോഷ്യൽ മീഡിയയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരായ ഒരുപാട് പേര് എൻ്റെ ഫേസ്ബുക്കിലായാലും ശരി, അതുപോലെ വാട്സപ്പിലായാലും ശരി, പിന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഡയറക്റ്റ് കോൾ വിളിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നിലവിൽ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നവർ ഇത് കാണുന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഇത് പുതിയ ടീമിന്, അതായത് ഫേസ്ബുക്കിലൊക്കെ ഇതിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫോണിൽ എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാവും. ഇനി അത് ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്യുക. ഫേസ്ബുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ. ഓക്കെ, ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫേസ്ബുക്കിന്റെ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുക എന്നതാണ്. അതായത് ഇവിടെയുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിലവിൽ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡിൽ എന്നാണ് കാണുന്നത്. അതായത് നിലവിൽ എൻ്റെ അക്കൗണ്ട് ടേൺ ഓണിലാണെന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ഓഫിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണൽ ടേൺ ഓഫ് എന്നായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ അക്കൗണ്ട് നമ്മൾ ഈ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ആക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടന്റും നമ്മൾ പബ്ലിക് ആക്കി വെക്കാൻ ഓർമ്മ വേണം. അതിൽ നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷനുണ്ട്, ഓൺലി മീ, എനിക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആ ടൈമിൽ നിങ്ങളെല്ലാം പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുന്ന സമയത്ത് എല്ലാം പബ്ലിക്കിൽ കൊടുക്കാൻ ഓർമ്മ വേണം. പിന്നീട് നിങ്ങളുടെ അക്കൗണ്ട് ഒരിക്കലും ലോക്കിലാവാൻ പാടില്ല. ഇവിടെയൊക്കെയാണ് ഈ പ്രൊഫൈൽ ലോക്കിന്റെ ഓപ്ഷൻ ഉണ്ടാവാറ്. നിലവിൽ ഇതിൽ കാണിക്കുന്നില്ല, പക്ഷെ ഈ ലോക്ക് ആക്കിയവരുടെ അക്കൗണ്ടിലേക്ക് അവിടെ പ്രൊഫൈൽ ലോക്ക് എന്ന് കാണും. അപ്പോൾ ഈ ലോക്ക് എന്നുള്ളത് അൺലോക്ക് ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് നിലവിൽ പല വിധത്തിലുള്ള ടൂൾസുകളിലൂടെയാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നമുക്കിവിടെ മോണിറ്റൈസേഷൻ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എനിക്കിവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടുണ്ട്, സ്റ്റാർ ലഭിച്ചിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ താഴേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോർ ഫ്രണ്ട്, പാർട്ട്ണർഷിപ്പ് ആഡ്സ്, അതുപോലെ തന്നെ ഈ ബ്രാൻഡ് ഡീൽസ് എന്നുള്ള പുതിയൊരു ടൂളും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ 3 ടൂൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഈ 3-ൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടോപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ ഒരു ടൂള് ലഭിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇതിലൂടെ നമുക്ക് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അത് ഇവിടെ നോക്കി, ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ഏണിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. റീൽ ഇട്ട് കഴിഞ്ഞാൽ റീൽസിന്റെ ഏണിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോറിയുടെ ഏണിങ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ലോങ് വീഡിയോ ഞാൻ ഇടാത്തതുകൊണ്ടാണ്, ഇട്ടിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോയുടെ ഏണിങ്സ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജിന്റെ ഏണിങ്സ് ഇവിടെ കാണിക്കും. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള ഫേസ്ബുക്കിന്റെ ബോണസും കാര്യങ്ങളൊക്കെയാണ്, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള ടൂൾസുകൾ കൂടിയാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത്. അപ്പൊ ഈ ടൂൾസുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ ഈ സ്റ്റാറ്റസ് ആദ്യം ചെക്ക് ചെയ്യണം. നമ്മൾ നിലവിൽ ഓൾറെഡി ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിലും പണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതിലൊന്നും അപ്ലോഡ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ 3 ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ആദ്യം ചെക്ക് ചെയ്യാം. പ്രൊഫൈൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നോക്കാം, നമ്മുടെ റെക്കമെൻഡേഷൻ ആക്റ്റീവ് ആണോ നോക്കാം, മോണിറ്റൈസേഷൻ ആക്റ്റീവ് ആണോ നോക്കാം, ഈ മാർക്കറ്റ് പ്ലേസ് ആക്റ്റീവ് ആണോ നോക്കാം. ഈ മാർക്കറ്റ് പ്ലേസ് ഇതിനെ കൂടെ വലിയ കാര്യമില്ല, എന്നാലും ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആണോ നോക്കാം.
ഇനി ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ മോണിറ്റൈസേഷൻ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അപ്ലോഡ് ഒന്നും ചെയ്തില്ല, നമ്മൾ വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ഒന്നും ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നമുക്ക് അവിടെ നോട്ട് എലിജിബിൾ എന്നായിരിക്കും കാണിക്കില്ലേ. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാലം, അതായത് 2-3 മാസം റീൽസും വീഡിയോസും ഫോട്ടോസ് ഒക്കെ ഇട്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ കൂടുമ്പോൾ ഈ നോട്ട് എലിജിബിൾ എന്നുള്ളത് നമ്മൾക്ക് ആക്റ്റീവായിട്ട് കാണിക്കും. ഞാൻ ഉദാഹരണ സഹിതം ഇവിടെ കാണിക്കാം. ഇതെൻ്റെ ഒരു പഴയൊരു പ്രൊഫൈൽ ഞാനിപ്പോൾ കാണിക്കാം. പഴയൊരു പ്രൊഫൈലല്ല, ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചൊരു പ്രൊഫൈലാണ്. ഇവിടെ നമ്മൾ പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റെക്കമെൻഡേഷൻ ആക്റ്റീവ് ആണ്, മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ, മാർക്കറ്റ് പ്ലേസ് ആക്റ്റീവ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആക്റ്റീവ് എന്ന് കാണിക്കില്ല, നോട്ട് എലിജിബിൾ എന്നായിരിക്കും കാണിക്കില്ല. അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാലം റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ നോട്ട് എലിജിബിൾ എന്ന് മാറിയിട്ട് നമുക്ക് അവിടെ ആക്റ്റീവായിട്ട് കാണിക്കും. അതായത് നിങ്ങൾ ഫേസ്ബുക്കിന്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസി, കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി ഇതും പാലിക്കണം. അതായത് നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യരുത്, സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുത്, ആക്സിഡന്റ് ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യരുത്, അതുപോലെ തന്നെ അടിപിടി കേസുകൾ, തെറി, അതുപോലെ തന്നെ കൊച്ചു കുട്ടികളുടെ ഉടുപ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസ് അങ്ങനൊന്നും അപ്ലോഡ് ചെയ്യരുത്. അങ്ങനൊന്നും അപ്ലോഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ട് എലിജിബിൾ മാറിയിട്ട് അവിടെ ആക്റ്റീവ് എന്ന് കാണിക്കും. മനസ്സിലായോ? ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആർ നോട്ട് എലിജിബിൾ ടു ഏൺ അറ്റ്. ഇത് മാറും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് റീൽസ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മാറിയിട്ട് നമുക്ക് പിന്നെ അവിടെ ആക്റ്റീവ് എന്ന് കാണിക്കും. ഇനി നമുക്ക് ഇവിടെയുള്ള മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. സ്റ്റാർസ് ഇവിടെ കാണാൻ സാധിക്കും, സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇവിടെ കാണാൻ സാധിക്കും, പിന്നെ മറ്റുള്ള ഈ സ്റ്റോർ ഫ്രണ്ട് ഇങ്ങനെയുള്ള ടൂളും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന ടൂളാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. ഓക്കെ, ഈ ടൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് ഈ ടൂളൊക്കെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഇതിൽ സബ്മിറ്റ് കൊടുക്കണം കേട്ടോ. എല്ലാത്തിലും നമുക്ക് പിന്നെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഐ ആം ഇൻട്രസ്റ്റഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അതിൽ സബ്മിറ്റ് കൊടുക്കണം. നിങ്ങൾ അത് ജസ്റ്റ് വലിയ കൂടുതൽ അറിയാനൊന്നുമില്ല. ഇതിപ്പം പിന്നെ സ്റ്റാർ ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനിലും അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും. അപ്പോൾ അവിടെയും പോയിട്ട് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷനിലും അതിലും നമ്മൾക്ക് അവിടെ പോയിട്ട് സബ്മിറ്റ് കൊടുക്കാം. ഈ സബ്മിറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യത, അതായത് നമുക്ക് നമുക്ക് അതിനോട് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അവർക്ക് ഫേസ്ബുക്കിലേക്ക് പോകുന്നുള്ളൂ. അതല്ലാതെ നമ്മൾക്ക് ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല. ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യുക. ഡെയിലി ഒരു റീൽസ് അല്ലെങ്കിൽ 2 റീൽസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ഗാലറിയിലേക്കായിരിക്കും പോലെ നമ്മൾക്ക് ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ ഇവിടെ പോയിട്ട് വേണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലൈവിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് ലൈവിലൊന്നും പോകാൻ കഴിയില്ല. ഒരു 100 ഫോളോവേഴ്സ് ആവണം. അതിന് ശേഷം നമുക്ക് ലൈവിലൊക്കെ പോകാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത്ര ഡേയ്സ് ഉണ്ട്, 60 ഡേയ്സ് മുമ്പ് ഉണ്ടായിരുന്നു. നിലവിലത് മാറിയെന്നറിയില്ല. അപ്പൊ അത്രയും ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അതിൽ ഫേസ്ബുക്കിൽ ലൈവിലൊക്കെ പോകാൻ സാധിക്കും. നിലവിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവിൽ പോകണമെന്നില്ല. ഒരു 4-5 ദിവസത്തിന്റെ ഗ്യാപ്പിൽ ലൈവിൽ പോയാൽ മതി. അതേപോലെ തന്നെ 4-5 ദിവസത്തിന്റെ ഗ്യാപ്പിൽ ഒരു ലോങ് വീഡിയോ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഡെയിലി ഒരു 1-2 റീൽസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോസും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ ഇതിലുള്ള ഈ ഒരു ടൂൾസും, അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നതിന്റെ പോലെ ഈ മോണിറ്റൈസേഷനിലുള്ള ഓരോ ടൂൾസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾക്ക് സ്റ്റാർ ആയിരിക്കും ലഭിക്കുന്നത്, അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ടൂൾ ലഭിക്കുന്നത്, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. ഈ ടൂൾ ലഭിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഏണിങ്സ് നമുക്ക് വന്ന് തുടങ്ങല്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസിന് ഫോട്ടോസിന് വീഡിയോസിനൊക്കെ ഏണിങ്സ് ലഭിച്ചു തുടങ്ങല്. ഈ മുകളിലുള്ള ഈ സ്റ്റാർസ് മീൻസ് നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള സൂപ്പർ ചാറ്റ്, സൂപ്പർ താങ്ക്സ്. ആർക്കെങ്കിലും നമ്മളോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ചെറിയൊരു ഡൊണേറ്റ് ചെയ്യില്ല, 1 സ്റ്റാർ 2 സ്റ്റാർ 10 സ്റ്റാർ 5 സ്റ്റാർ, അതൊക്കെ ചെറിയൊരു എമൗണ്ട്. അതും എല്ലാവരും ചെയ്യണമെന്നില്ല, അപൂർവമായിട്ടാണ് ഈ സ്റ്റാറൊക്കെ ലഭിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഈ സബ്സ്ക്രിപ്ഷന് നമുക്ക് യൂട്യൂബിലൊക്കെ ഉള്ള ജോയിൻ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ, മാസത്തിൽ ഒരു എമൗണ്ട് നമ്മൾക്ക് തന്നിട്ട് നമ്മളിൽ നിന്ന് എന്തെങ്കിലും അറിവ് നേടാനുണ്ടെങ്കിൽ നമ്മളുടെ ഫോളോവേഴ്സ് നമുക്കൊരു പേയ്മെന്റ് ഓൺലൈൻ ത്രൂ ആയിട്ട് നമുക്ക് പേ ചെയ്യുന്നതായിരിക്കും. ആ എമൗണ്ട് നമുക്ക് അങ്ങനെ ലഭിക്കുന്നതായിരിക്കും. അത് എല്ലാവർക്കും ഈ ടൂളിനെ കൊണ്ട് ഗുണം ലഭിക്കണമെന്നില്ല. അപൂർവം ചില ആൾക്കാർക്കോ ഈ ടൂളിനെ കൊണ്ട് ഗുണം ലഭിക്കും. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആവണം. അങ്ങനെയുള്ളവർക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ടൂളിനെ കൊണ്ട് ഗുണം ഉണ്ടാവില്ല, അല്ലാത്തവർക്ക് അതിനെ കൊണ്ട് ഗുണമില്ല.
പിന്നെ മെയിനായിട്ട് എല്ലാ ആൾക്കാർക്കും ലഭിക്കുന്ന ഒരു ടൂളാണ്, പിന്നെ ഗുണം ലഭിക്കുന്ന ഒരു ടൂളാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ. ഈ ടൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ. അപ്പോൾ നിങ്ങൾ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് റീൽസ്, വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൂളിൽ നിന്ന് നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിച്ചു തുടങ്ങും. പ്രൊഫൈൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളുടെ ആ പഴയ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്ന പ്രൊഫൈലിലേക്ക് നമുക്ക് പോവാം. ഇതിപ്പോൾ നിലവിൽ എൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ഇവിടെ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ, അതുപോലെ തന്നെ സ്റ്റാർ, സബ്സ്ക്രിപ്ഷൻ, സ്റ്റോർ ഫ്രണ്ട്, പാർട്ണർഷിപ്പ്, ബ്രാൻഡ് ഡീൽസ്, ഇതൊക്കെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ടൂളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിനുശേഷം വരുന്ന സ്റ്റാർ, സബ്സ്ക്രിപ്ഷന്. പിന്നെ ഈ 3 ടൂളിനെ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. അതായത് സ്റ്റോർ ഫ്രണ്ട്, അതുപോലെ തന്നെ പിന്നെ പാർട്ണർഷിപ്പ് ആഡ്സ്, ബ്രാൻഡ് ഡീൽസ്, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഏർണിങ്സ് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഫേസ്ബുക്ക് ഡയറക്റ്റ് തരുന്ന പിന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്ന, പരസ്യം വെച്ചിട്ട് നമുക്ക് തരുന്ന ഒരു ടൂളാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളാണ്. അപ്പോൾ ഈ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എല്ലാത്തിൻ്റെയും റീൽസ്, ഫോട്ടോസ്, വീഡിയോസിൻ്റെ ഒക്കെ ഏർണിങ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കി തുടങ്ങുന്നത്. നമ്മൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചതിനെ കൊണ്ട് മാത്രം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ഡെയിലി ഒരു റീൽസ്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പോഴായിരിക്കും നിങ്ങൾ എൻഗേജ്മെന്റ് കൂടുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഗ്രോത്ത് ആവുന്നതും. അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ട് 2-3 റീൽസ് വൈറലായതിനെ കൊണ്ട് പെട്ടെന്ന് നമുക്ക് അതിനുശേഷം നമുക്ക് ഇനി ഇന്ന് അധ്വാനിക്കേണ്ട, നമുക്ക് ഓട്ടോമാറ്റിക്കായി ഏർണിങ്സ് ലഭിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ ആക്റ്റീവ് ആണ്, അപ്പോഴാണ് നിങ്ങൾക്ക് ഏർണിങ്സ് ലഭിച്ചു തുടങ്ങിയത്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുപോയി, പേജ് നിങ്ങൾക്ക് അഥവാ പ്രൊഫൈലിൽ നിന്ന് വേണ്ട, നിങ്ങൾക്ക് പുതിയൊരു പേജ്, സെപ്പറേറ്റ് ഒരു പേജിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടി നിങ്ങൾക്ക് അക്കൗണ്ട് പിന്നെ എമൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ പ്രൊഫൈലാണ്. ഇവിടെയുള്ള ഈ ആരോ മാർക്കിൽ ഇവിടെ ഉണ്ട്, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ സി മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേജസ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ കണ്ട പേജസ്, ഈ പേജസിൽ ക്ലിക്ക് ചെയ്യുക. പേജസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് എന്ന് കാണാൻ സാധിക്കും. ഈ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടും പേജിൽ കൂടി നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ ഏർണിങ്സ് ലഭിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആ ടൂളിൽ കൂടിയിട്ട് തന്നെയായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കല് നമുക്കിത് ഈ കാണുന്ന ഒരു ടൂൾ, അതായത് അതർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേ ഔട്ട് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ പേ ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പേ ഔട്ട് സെറ്റപ്പ് ചെയ്യാണ്ട് നമുക്ക് അതിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാണ്ട്, അതുപോലെ തന്നെ യൂസ് ടാക്സ് ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് പേ ഔട്ട് ഒക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഈ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നത്. ഇവിടെ ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വീഡിയോസ് പിന്നെ ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പിന്നെ മൊത്തത്തിൽ നമുക്ക് ഒരു $25 ആയി കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് ലഭിക്കുന്നതായിരിക്കും. അതായത് അല്ലെങ്കിൽ നമുക്ക് $100 ആയാൽ ഏർണിങ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം. പിന്നെ നമുക്ക് പേപ്പാലിൽ കൂടിയിട്ട് നമുക്ക് ഏർണിങ്സ് വിഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നിരവധി ഓപ്ഷനുകളാണ് ഇപ്പോൾ നിലവിൽ ഫേസ്ബുക്കിലുള്ളത്. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഫേസ്ബുക്കിൽ കൂടി നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് വീഡിയോ ആയിട്ട് പല പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.